പെട്ടിയും കത്തിയൊക്കെ കണ്ടിട്ട് അൺബോക്സിങ് വീഡിയോ ആണെന്ന് വിചാരിക്കണ്ട. ഓൺലൈനിൽ കുറച്ച് ചെടികൾ വാങ്ങിച്ചപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തു എന്ന് മാത്രം. നമ്മൾ വാങ്ങുന്ന ചെടികൾ നല്ല രീതിക്ക് വളർത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മുടെ കാശ് പോക്ക് തന്നെയാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. വീഡിയോ ഈവനിങ് ടൈമിൽ എടുത്തപ്പോൾ ഫ്ലാഷ് ഓണാക്കാനായിട്ട് മറന്നു. അതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ ലൈറ്റ് ഇത്തിരി കുറവുണ്ടായിരിക്കും കേട്ടോ. നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ല. നമ്മുടെ ഫസ്റ്റ് വീഡിയോന് തന്നെ വന്ന കമൻറ്റിൽ ഒരെണ്ണമാണ്, ചേച്ചി പോട്ടി മിക്സ് എങ്ങനെയാണ് ചെടി വളർത്തണതെന്നുള്ളത് പറയോ എന്നുള്ളത്. അപ്പോൾ അന്ന് മുതലേ നമ്മൾ ഇതിനുള്ള ഒരുക്കങ്ങൾ നമ്മൾ തുടങ്ങിയിരുന്നു. നമ്മുടെ കുഞ്ഞു കുഞ്ഞു അറിവുകൾ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അത് കൂടുതൽ പേരിലേക്ക് എത്തിയാലല്ലേ അത് കൂടുതൽ ആൾക്കാർക്ക് ഉപകാരപ്പെടുള്ളൂ. അപ്പോൾ ചാനൽ തുടങ്ങി കുറച്ച് സബ്സ്ക്രൈബേഴ്സും ഇതൊക്കെ ആയതിന് ശേഷം നമ്മൾ കൂടുതൽ അറിവുകൾ ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും നാൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. ഇപ്പോഴും നമുക്ക് അധികം സബ്സ്ക്രൈബേഴ്സൊന്നും ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി കാര്യത്തിലേക്ക് വരാം. നമ്മൾ ചെടികൾ കൊണ്ടുവന്ന് വെക്കുമ്പോൾ നമ്മളെ കുഞ്ഞു ക്ലാസ്സുകളിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, മനുഷ്യൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യമായിട്ടുള്ള 3 കാര്യങ്ങളാണ് ആഹാരം, വസ്ത്രം, പാർപ്പിടം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അത് മനുഷ്യർക്ക് മാത്രമല്ല, ഏത് ജീവജാലങ്ങൾക്കും ജീവനുള്ള ഏത് വസ്തുവിനും ഈ 3 കാര്യങ്ങളും വളരെ അത്യാവശ്യമാണ്. പിന്നെ ചെടികൾക്കും അതില്ലാതെ പറ്റില്ലല്ലോ. എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ചെടികൾക്കും ആഹാരവും വസ്ത്രവും പാർപ്പിടവും ഒക്കെ നമ്മൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. അതിലുള്ള ഏറ്റക്കുറച്ചിലുകളാണ് അവയുടെ റിസൾട്ടിൽ, അതായത് പൂവായിട്ടും കായായിട്ടൊക്കെ ഉണ്ടാകുന്ന ഇതിലുള്ള കുറവുകൾ സംഭവിക്കുന്നതും കൂടുതലുകൾ സംഭവിക്കുന്നതും ഒക്കെ നമ്മൾ ഈ 3 സാധനങ്ങളും ആവശ്യാനുസരണം നൽകുന്നതിൻ്റെയും നൽകാത്തതിൻ്റെയും പാർശ്വഫലമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഏതോ സിനിമയിലെ കോഴീനെ ഡ്രസ്സ് ചെയ്ത് കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ കോഴി ഡ്രസ്സ് ഇട്ട് വരുന്നതും നോക്കി നിന്ന പോലെ നമ്മുടെ പ്ലാന്റ്സിനും ഡ്രസ്സ് ഇട്ട് കൊണ്ടുവരണം എന്നല്ല കേട്ടോ വസ്ത്രം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ചെടികളുടെ വസ്ത്രം എന്ന് പറയുന്നത് അത് നിൽക്കുന്ന ചുറ്റുപാടാണ്. അതായത് വസ്ത്രത്തിന് നമ്മുടെ ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി ഉണ്ടല്ലോ. അതായത് ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും അതുപോലെ മറ്റ് പ്രാണികളുടെ ആക്രമണത്തിൽ നിന്നും ഒക്കെ രക്ഷിക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടിയും വസ്ത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അത് സഫലമാവണത് എവിടെയാണോ അതാണ് അതിൻ്റെ വസ്ത്രം. അതുപോലെ തന്നെ നമ്മൾ നൽകുന്ന പോട്ടി മിക്സ് ഒരു തരത്തിൽ അതിൻ്റെ പാർപ്പിടമാണ്, അതേസമയം ആഹാരമാണ്. ആഹാരത്തിൽ നമ്മൾ കൊടുക്കുന്ന ജൈവ സ്ലറികളും മറ്റുള്ള വളങ്ങളും ഒക്കെ ഉൾപ്പെടുക. അതുപോലെ തന്നെ പാർപ്പിടം എന്ന് പറയുന്നത് നമ്മൾ ചെടികൾ വയ്ക്കുന്ന സ്ഥലമാണ്. പ്രകാശം നല്ലോണം വേണ്ട ചെടീനെ കൊണ്ടിട്ട് ഏതെങ്കിലും മരത്തിൻ്റെ അടിയിലോ അല്ലെങ്കിൽ തണലത്തോ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും വിചാരിച്ച രീതിയിൽ പൂവോ കായോ ഉണ്ടാവില്ല. മുൻപ് പറഞ്ഞ പോലെ ഇതൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ടോ പ്രൊമോ വീഡിയോ ആയിട്ടോ ഒക്കെ കാണാം കേട്ടോ. എന്തായാലും നമ്മൾ ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് ഇതിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അധികം താമസിയാണ്ട് തന്നെ പോട്ടി മിക്സിനെ കുറിച്ചും കമ്പോസ്റ്റിനെ കുറിച്ചും ഒക്കെ വീഡിയോകളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം കേട്ടോ.